കോൺഗ്രസിന്റെ ഒരു പറ്റം നേതാക്കൾ എല്ലാവരും തന്നെ ഈ സമരാഗ്നിയുടെ ഭാഗമായി പങ്കെടുക്കുന്നതിന് വേണ്ടി കാസർഗോഡേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ MLA, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ, റിജിൽ മാക്കുറ്റി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഷാഫിക്ക, എന്തായാലും ഇതൊരു സർക്കാരിനെതിരെയുള്ള സമര പ്രഖ്യാപനം. സർക്കാരുകൾക്കെതിരെ, രാജ്യം ഭരിക്കുന്ന BJPയുടെ ഫാസിസത്തിനെതിരെ, അവരുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഒരു സിമ്പിളായിട്ടുള്ള ചോദ്യം. 40 രൂപക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞവരല്ലേ ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന? സെഞ്ചുറി അടിച്ചില്ലേ? 40 രൂപക്ക് ഡീസൽ തരാമെന്ന് പറഞ്ഞവർ രാജ്യം ഭരിക്കുന്ന സെഞ്ചുറി അടിച്ചില്ലേ? 40 രൂപ കൊടുത്തൊരു $1 കിട്ടുമെന്ന് പറഞ്ഞവരല്ലേ ഇപ്പോൾ ഭരിക്കുന്നത്? അതിൻ്റെ അവസ്ഥ എന്താ? അപ്പോൾ അവർ ജനങ്ങൾക്ക് കൊടുത്ത് ഒരു വാക്കും പാലിച്ചിട്ടില്ല. പകരം ഇപ്പോൾ ചർച്ച എന്താ? പള്ളി, അമ്പലം, ചർച്ച്, വിശ്വാസം, ജാതി, മതം. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തൊന്നും ചർച്ചയാക്കുന്നതിന് പകരം ജനങ്ങളെ കമ്പാർട്ട്മെൻറ്റുകളാക്കുക, എന്നിട്ട് അതിനെ ജനങ്ങളെ റിലീജിയസ് ആയ കമ്പാർട്ട്മെൻറ്റുകളാക്കി അതിൻ്റെ മെച്ചം കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവർ. കേരളത്തിലെ നേതാക്കന്മാർ ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും പറഞ്ഞു 400 രൂപ സിലിണ്ടറിനായപ്പോൾ റോട്ടിൽ കല്ലുകൂട്ടി അടുപ്പുണ്ടാക്കിയവരാ. അത് 1000 കടന്നപ്പോൾ അതിനൊന്നും ഇപ്പം പറയാൻ ജനങ്ങളോട് മറുപടിയില്ല. എക്സാലോജിക്കിന്റെ പുതിയ കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ സ്റ്റേ അതിന്റെ കൂടുതൽ ഈ നടപടിയെ റദ്ദ് ചെയ്യണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ. അല്ല, അതൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല. ഇതൊക്കെ ഇവർ തമ്മിലുള്ള ധാരണയാണ്. ഇതിൽ വേറെ വല്ല മുഖ്യമന്ത്രിയോ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടോ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പോൾ നടപടി എന്താവുമായിരുന്നു എന്ന് ആലോചിക്കുക. ഇത് ഇവിടെ ആയതുകൊണ്ടാണ് ഈ മെല്ലപ്പോക്കും കാര്യങ്ങളൊക്കെ. ഒരു പ്രധാനമന്ത്രി തൃശ്ശൂർ വന്നിട്ട് പറഞ്ഞത് എന്താ? സ്വർണം കടത്തിയ ഓഫീസ് ആരുടെയെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് പറഞ്ഞത്. എന്നിട്ട് എന്താ നടപടി ഉണ്ടായത്? അപ്പോൾ ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവരെ ഇനിയിപ്പോൾ കണ്ടോ, നാളെ മറ്റന്നാളോ ഗവർണറുമായിട്ടുള്ള എന്തെങ്കിലും ഏർപ്പാടുണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ വാർത്താ സ്പേസ് ഇപ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ടർ പോലും എക്സാലോജിക്കിനെ പറ്റി ചോദിച്ചല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ മറ്റന്നാളോ ആയിട്ട് പിന്നെ ഗവർണറുമായിട്ട് എന്തെങ്കിലും ഏർപ്പാടുണ്ടാവും ഇതിൻ്റെ വാർത്ത ഷിഫ്റ്റ് ചെയ്യാൻ. ഇത് രണ്ടും പിന്നെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ധാരണയാണ്. അത് രഹസ്യമല്ല, അന്തർധാരയല്ല, പരസ്യമായ ധാരണയാണ്. കോൺഗ്രസ് വിരോധമാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഈ രണ്ട് ഭരണകൂടങ്ങളെയും ചോദ്യം ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പിൽ കാത്തുനിൽക്കുകയാണ്. അവിടുത്തെ ഫാസിസ്റ്റ് മനോഭാവത്തെയും ഇവിടുത്തെ ധിക്കാരത്തെയും ധാർഷ്ട്യത്തെയും രണ്ടിൻ്റെയും ജനവിരുദ്ധങ്ങൾ. ഇവിടെ ഇപ്പോൾ പെൻഷൻ എത്ര മാസമായി മുടങ്ങി കിടക്കുന്നു? അല്ല, അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ ജനങ്ങളെ ഓർമ്മിപ്പിച്ച് നടത്തുന്ന പ്രതിഷേധത്തിൻ്റെ ഒരു വലിയ അഗ്നിയായി തന്നെ ഈ സമരാഗ്നി മാറും. യുവാക്കളും എല്ലാവരും തന്നെ സജീവമായിട്ട് ഈ സമരാഗ്നിയിലുണ്ട്. എന്നെയും കൂടെ ചേർത്തിട്ടാണോ? അവനെ മാത്രമാണ്? തീർച്ചയായിട്ടും ചെറുപ്പക്കാരുടെ ഒരു വലിയ കൺസേൺ ഉണ്ടല്ലോ. ഇന്ത്യ പോലെ ഒരു യുവരാജ്യത്ത്, കേരളം പോലൊരു യുവ സംസ്ഥാനത്ത് തൊഴിലില്ലായ്മ ഒരു വലിയ വിഷയമായിക്കൊണ്ടിരിക്കുക. അവസാനമായിട്ട് BSNL ജോലി കിട്ടിയ ഒരാളറിയോ? നമ്മുടെ സൗഹൃദ വലയത്തിൽ BSNL എനിക്ക് ജോലി കിട്ടിയെന്ന് പറയുന്ന ഒരാളെ കേട്ടിട്ടുണ്ടോ? ഇന്ത്യൻ റെയിൽവേയിൽ ഉദ്യോഗസ്ഥനായിട്ട് ജോലി കിട്ടി എന്ന് ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും ചെറുപ്പക്കാരൻ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതാണ് അവിടുത്തെ അവസ്ഥ. കേരളത്തിൽ PSC പരീക്ഷ 3 തവണ പരീക്ഷയൊക്കെ പാസ്സായിട്ട് ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിലുള്ള ആളുകൾ നിയമനം ലഭിക്കാതെ കിട്ടുന്നു. അപ്പോൾ തൊഴിലില്ലായ്മ രാജ്യത്തും സംസ്ഥാനത്തും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതടക്കമുള്ള വിഷയങ്ങൾ, യുവജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ നാട്ടിലെ യുവാക്കൾ വളരെയേറെ എതിർക്കുന്ന അഴിമതിയെ സാർവത്രികവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം. 15 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ മോദിയും 1400 രൂപ വെച്ച് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ വിജയനും ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് സമരം. വിജയൻ എന്നുള്ള പേര് ഇപ്പോൾ ബോധപൂർവമായിട്ട് കുറേ സമയം പിണറായി കൂട്ടാതെ പറയാറുണ്ട്. അല്ല, അദ്ദേഹത്തിൻ്റെ പേരല്ലേ. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നതിനകത്ത് എന്താ തെറ്റിപ്പം? അദ്ദേഹത്തിനെ അപമാനിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും വട്ടപ്പേരോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് പറയുന്നത്. അതിനകത്ത് അങ്ങനെ ഒരു അസ്വസ്ഥ ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും സജീവായി യൂത്ത് കോൺഗ്രസും തീർച്ചയായിട്ടും ചെറുപ്പക്കാരുണ്ട്. യൂത്ത് കോൺഗ്രസ് അതിനെ മുന്നിൽ നിന്ന് കോർഡിനേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ചെറുപ്പക്കാർ പ്രതിഷേധത്തിലാണ്. ആ പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കും. എന്തായാലും യുവാക്കളും യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ ചെറുപ്പക്കാരും എല്ലാം ഈ സമരത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുവെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അതിശക്തമായിട്ടുള്ളൊരു സമരാഗ്നിക്ക് കാസർഗോഡ് നിന്ന് തുടക്കമാവുകയാണ്. ആ തുടക്കത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു പരിച്ഛേദം തന്നെ എത്തുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. കാസർഗോഡ് നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ.